വി ഡി സവർക്കറോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ദിരാഗാന്ധി. സവർക്കറെ രാജ്യത്തിന്റെ വീരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചതും ഇന്ദിരാഗാന്ധി. ആ സ്നേഹം ഇന്നും സവർക്കറോട് കോൺഗ്രസിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തെന്നാൽ കർണാടക നിയമസഭയിൽ BJP സർക്കാർ സ്ഥാപിച്ച വി ഡി സവർക്കറുടെ ഛായാചിത്രം നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുന്നു. ബലഗാവിയിലെ സുവർണ വിധാൻ സൗദയിൽ കഴിഞ്ഞ ഡിസംബറിലാണ് BJP സർക്കാർ സവർക്കറുടെ പൂർണ്ണകായ ഛായാചിത്രം സ്ഥാപിച്ചത്. ഈ ഡിസംബർ 4-ന് ശൈത്യകാല സമ്മേളനം തുടങ്ങുമ്പോൾ നിയമസഭയുടെ ചുമരിൽ സവർക്കർ ഉണ്ടാകില്ല എന്നായിരുന്നു കോൺഗ്രസ് തീരുമാനം. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് BJPയും തിരിച്ചടിച്ചു. ശൈത്യകാല സമ്മേളനം തുടങ്ങി തീരാറായി. വി ഡി സവർക്കർ അവിടെ തന്നെയുണ്ട്. ആരും എടുത്തു മാറ്റിയില്ല. മഹാത്മാഗാന്ധി, BR അംബേദ്കർ, സ്വാമി വിവേകാനന്ദൻ, ബസവണ്ണ എന്നിവർക്കൊപ്പമാണ് സവർക്കറുടെ സ്ഥാനം. എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇവർക്കൊപ്പം സവർക്കറുടെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ DK ശിവകുമാറും കൂട്ടരും ഇപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. 20 വർഷത്തിലേറെയായി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലുമുണ്ട് സവർക്കറുടെ ചിത്രം. 2003-ൽ AB വാജ്പേയിയുടെ കാലത്ത് സ്ഥാപിച്ചത്. അന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും പിന്നീട് പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. കർണാടകത്തിലും എടുത്തുമാറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തെ ആവേശം ഇപ്പോഴില്ല. തീരുമാനം സ്പീക്കർക്ക് വിട്ടെന്ന് സിദ്ധരാമയ്യ. അങ്ങനെ ഒരു ഫയൽ തനിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്ന് സ്പീക്കർ. നിയമസഭയിൽ ഇടം കൊടുക്കാൻ മാത്രം സവർക്കർ ആരെന്ന് ജനങ്ങളോട് BJP വിശദീകരിക്കട്ടെ എന്ന് IT മന്ത്രി പ്രിയങ്ക് ഖാർഗെ. സവർക്കറെ തൊട്ടാൽ വിവരമറിയുമെന്ന BJP ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങിയോ? അതോ ഇന്ദിരയുടെ കാലത്തെന്ന പോലെ സവർക്കർ പൂജ പിന്നെയും തുടങ്ങിയോ കോൺഗ്രസ്? തൽക്കാലം ഇതിനൊന്നും ഉത്തരമില്ല.